പ്രമുഖ വരുന്നതുകൊണ്ടാണ് ഒരു വലിയ സമരം ജന്തർ മന്ദിറിൽ നടക്കുകയാണ്. അഹിംസയിൽ ഊന്നിക്കൊണ്ടാണ് ആ കുട്ടികൾ അവിടെ സമരം നടത്തുന്നത്. അവർ സമരം എന്തിനാ ചെയ്യണത്? നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്, അതുപോലെ CBSEയിലെ ക്രമക്കേട്, ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് കുട്ടികളുടെ ഭാവിയെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ആ കുട്ടികൾ അവിടെ സമരം ചെയ്യണത്. അവർ അമ്പലത്തിൽ കക്കാൻ വേണ്ടിയിട്ട് അതിന് സ്വാതന്ത്ര്യം നൽകണം എന്ന് പറഞ്ഞിട്ടല്ല സമരത്തിൽ അതിലൊന്നും അവർ ഇടപെടണമില്ല. പക്ഷേ അവർ ഇടപെടുന്ന കാര്യം ആ കുട്ടികളുടെ ശക്തമായൊരു ആവശ്യമാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടും അതുപോലെ CBSEയിലെ ക്രമക്കേടും പരിശോധിക്കണം, ആ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടാണ്. 40 ലക്ഷത്തോളം കുട്ടികളുടെ ഭാവിയാണ് അതിൽ പറഞ്ഞു വരാനുള്ളത്. ഈ 40 ലക്ഷത്തോളം കുട്ടികളിൽ അവരെ തല്ലിച്ചതക്കുന്ന പോലീസുകാരെ മക്കളുണ്ട്, അല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടികളുണ്ട്. നിങ്ങൾക്കും നാളെ നിങ്ങളെ കുട്ടികൾക്കും ഇതേ ഗതിയാണ്. പഠിച്ചാലും പാസ്സാവാതെ അവിടെ പൈസ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് ചോദ്യപേപ്പർ ചോർത്തുന്ന കുട്ടികളെ പാസ്സാവുകയും അവർക്ക് മാത്രം വരേണ്യവൽക്കരിക്കണ വിദ്യാഭ്യാസമായിട്ട് മാറുകയും ചെയ്യാണ്. അവിടേക്കാണ് ഇത് പോക്ക്. അപ്പോൾ അതിന് മുന്നിൽ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇപ്പം കണ്ടത് ജോൺ ബ്രിട്ടാസും റഹീമിനെ പോലെ MA ബേബിനെ പോലെ ഇല്ല കുറച്ച് നേതാക്കളാണ് ഇടതുപക്ഷത്തുനിന്ന് മാത്രം. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഇതിൽ ഇടപെടുന്നില്ല? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതിൽ ഇടപെടുന്നില്ല? എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇതിൽ ഇടപെടുന്നില്ല? ഇപ്പോൾ ഇതൊരു വലിയൊരു വിഷയമാണ്. അല്ലാതെ അമ്പലത്തിൽ നിന്ന് കട്ടതൊന്നും അതൊക്കെ കുറച്ച് ആളുകളെ ബാധിക്കണതാ. കട്ടോട്ടെ, അതേപ്പോൾ നടക്കും, കട്ട് നശിക്കട്ടെ. കാരണം അമ്പലം കെട്ടിയോണ്ടോ പ്രതിമ കെട്ടിയോണ്ടൊന്നും ഈ നാട് നന്നാവാൻ പോണില്ല. ഇവിടെ വിദ്യാഭ്യാസമാണ് വേണ്ടത്, ആസ്പത്രികളാണ് വേണ്ടത്, കുടിലില്ലാത്തവന് കുടിലാണ് വേണ്ടത്. അല്ലാതെ അമ്പലത്തിൽ നിന്നൊന്നും ഒരു മനുഷ്യനും നന്നായ അമ്പലത്തിൽ നിന്ന് നന്നാവണവരുണ്ട്, അവിടുത്തെ ഭരണകർത്താക്കളും പൂജാരികളും പോറ്റിമാരൊക്കെ. പിന്നെ കുറച്ച് അതിന് കട്ട് ഉണ്ടാക്കണ കുറച്ച് RSകാരും അവർ നന്നാവും, ബാക്കിയൊക്കെ കണക്കാം. അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ സമരത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രിയങ്കയും നേതൃത്വം നൽകിയിട്ട് ഇന്ത്യ മുന്നണിയെ സ്റ്റാലിനും വിജയും പിണറായി വിജയനും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, മമതാ ബാനർജിയും എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സമരം ശക്തമാക്കി ആ മന്ത്രി രാജിവെക്കണം. ആ മന്ത്രി നിൽക്കേണ്ട അഴിമതി നടത്തണ മന്ത്രിമാരെ രാജിവെപ്പിക്കുക. ഇതല്ലാതെ വേറെ എന്താ മാർഗം? ഇപ്പം നല്ലൊരു ചാൻസാണ്. ആ ചാൻസിൽ പിടിച്ചു കയറേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അയാളാണ് ഭാവി പ്രധാനമന്ത്രിയാണ്. ഭാവി പ്രധാനമന്ത്രി വെറും പ്രസ്താവന ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് കാര്യമില്ല. ഒളിച്ചോടരുത് നിങ്ങൾ. ഇപ്പോൾ ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഒളിച്ചുകൂടാത്തത്? ഈ നാട്ടിൽ ഒരു ഇന്ത്യ സർക്കാർ ഇത്രയും തെമ്മാടിത്തങ്ങൾ കാട്ടുമ്പോൾ അവിടെ സമരം നയിക്കേണ്ട നിങ്ങൾ എങ്ങോട്ടാണ് ഒളിച്ചോടുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങളെ പ്രതിപക്ഷ നേതാവാണെന്നും ഭാവി പ്രധാനമന്ത്രിയാണെന്നും ഉയർത്തി കാണിക്കേണ്ട എന്താവശ്യമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്? പിന്നെ എന്തിനാ നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണ്? അപ്പോൾ ഈ ഇടതുപക്ഷത്തിനോടും പറയാനുള്ളത്, എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് ഈ CJPക്കാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഇത് ന്യായമായൊരു കാര്യമാണ്. അത് CJP എന്നുള്ള പാർട്ടിയിൽ നിന്ന് വെക്കണ്ട, ഏത് പാർട്ടി ആയാലും. ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ സമരത്തെ വെച്ചാൽ കോൺഗ്രസിനെ പിന്തുണക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഫാസിസം നാളെ നിങ്ങളെ തലയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന വാളാണ്. അത് മനസ്സിലാക്കിയാൽ മതി. നാളെ നിങ്ങളെ തലയുടെ ഉള്ളിൽ കൂടെ ഹൃദയം വരെ വരും. അതില്ലാതിരിക്കണ വെച്ചാൽ ഈ ഫാസിസത്തിനെ തുറന്നെതിർക്കുകയും തോൽപ്പിക്കുകയും വേണം.